സൂപ്പർ പടം. ആസിഫ് അലി നന്നായിട്ടുണ്ട്. നല്ല ട്വിസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ എക്സ്പെക്റ്റ് ചെയ്ത എല്ലാ സംഭവങ്ങളും അതിനകത്തുണ്ട്. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. കൊള്ളാം. ഹിറ്റ് തന്നെ ആയിരിക്കും. നല്ല പടം. കൊള്ളാം, കുഴപ്പമില്ല. ചറവറ ട്വിസ്റ്റുണ്ട്. ആദ്യത്തെ അവസാനമായ ട്വിസ്റ്റുകളുണ്ട്. ആസിഫ് അലിയുടെ അഭിനയം കൊള്ളാം. പടം കൊള്ളാം. നല്ല പടം. ജിത്തു ജോസഫ് ഇങ്ങനെ ഇരിക്കുള്ളൂ. ടാക്സി കൊണ്ട് കുളമാക്കി. ജിത്തു ജോസഫ് എൻ്റെ കരിയറിൽ ഏറ്റവും മോശം ത്രില്ലർ കുറേ ട്വിസ്റ്റൊക്കെ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ ഒരു അവിയൽ പരുവായിപ്പോയി. ഭയങ്കര ഡിസപ്പോയിൻറ്റ്മെൻ്റ് ആണ്. കാരണം പുള്ളിയുടെ പടം ആവുകൊണ്ടാണ് നമ്മൾ കാണാൻ വന്നത്. ഇത്ര ആൾക്കാർ വന്നത് പുള്ളിയുടെ പേരിൽ തന്നെ ആയിരിക്കും. വളരെ ഡിസപ്പോയിൻറ്റ്മെൻ്റ് ആണ്. നമ്മൾ ജിത്തു ജോസഫിൻ്റെ മൂവി എന്നുള്ള രീതിയിലാണ് കാണാൻ വന്നത്. അതുപോലെ തന്നെ നമ്മളെ ശരിക്കും കിളിവാറുന്ന രീതിയിലുള്ള ഇതാണ്. ക്ലൈമാക്സിലോട്ട് അടുക്കും തോറും ഭയങ്കര രീതി നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ നമ്മൾ ഞെട്ടുന്ന രീതിയിലുള്ള ഓരോ ട്വിസ്റ്റുകളാണ് അവസാനം വരുമ്പോൾ. നമ്മളിങ്ങനെ കണ്ടിരിക്കും. ഫോട്ടോയും പിന്തുടരലും കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര എൻഗേജിങ് ആയിട്ട് തന്നെ നമ്മളിരിക്കും. നല്ലൊരു ഇതാണ്. പക്ഷേ ഇതിൻ്റെ ക്ലൈമാക്സ് എന്താണോ ഇതാരാ എങ്ങനെയാണെന്നും പറയാൻ പറ്റത്തില്ല. കാരണം എന്തെങ്കിലും ഒന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ സിനിമ പിന്നെ ആരും കാണത്തില്ല. അങ്ങനെ ഒരു പ്രശ്നം ഈ സിനിമയ്ക്കുണ്ട്. കാരണം നല്ലൊരു സിനിമ കണ്ടിരിക്കാം. 2.5 മണിക്കൂർ നമ്മൾ ഇതിനകത്ത് തന്നെ എങ്ങോട്ടും ഒരു ഇതാകാതെ കണ്ടിരിക്കാൻ പറ്റിയ അടിപൊളി ഒരു സിനിമയാണ് ജിത്തു ജോസഫിൻ്റെ. പക്ഷേ അവസാനം ക്ലൈമാക്സ് കാണുമ്പം അതുവരെ കണ്ടുകൊണ്ടിരുന്നവർക്ക് ഇഷ്ടപ്പെടുമോ എന്നുള്ളത് എനിക്കറിയത്തില്ല. പക്ഷേ എന്തായാലും ജിത്തു ജോസഫിൻ്റെ സിനിമ അടിപൊളി സിനിമയാണ്. നമ്മൾ ജിത്തു ജോസഫിൻ്റെ പടം എന്ന് പറയുമ്പോൾ നമുക്ക് എന്തായാലും ഒരു എക്സ്പെക്റ്റേഷൻ ഉണ്ടാവുമല്ലോ. സോ ഒരു ന്യൂട്രലായിട്ട് ഒരു ക്ലീൻ സ്ലേറ്റിൽ നമുക്ക് പോയി പടം കണ്ടു കഴിഞ്ഞാൽ എന്തായാലും സാറ്റിസ്ഫൈ ആവും. സോ യെസ്, ജിത്തു ജോസഫിൻ്റെ പടം എന്ന് പറയുമ്പോൾ കുറേ ട്വിസ്റ്റ്, സസ്പെൻസ് ഇതൊക്കെ ഉണ്ടാവും. സോ അതൊക്കെ എക്സ്പെക്ട് ചെയ്യാം. ത്രില്ല് അടുപ്പിക്കുന്നുണ്ട്. നല്ല രീതിയിൽ പോകുന്നുണ്ട്. നമുക്ക് ലാഗ് അങ്ങനെ തോന്നില്ല. നല്ല രീതിയിൽ സ്ക്രിപ്റ്റൊക്കെ നല്ല സ്ക്രീൻ പ്ലേ സ്ക്രിപ്റ്റ് നല്ല രീതിയിൽ ടൈറ്റാണ്. സോ ഓൾ ഇൻ ഓൾ സൂപ്പറായിട്ടുണ്ട്. വളരെ നല്ല അഭിപ്രായം. നല്ലൊരു എൻഡിങ് ആണ്. വളരെ അടിപൊളി സർപ്രൈസാണ്. ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറാണ്. തീർച്ചയായിട്ടും എല്ലാവരുടെയും നല്ല അടിപൊളി അഭിനയമാണ്. താങ്ക് യു. നല്ല പടം. നന്നായിട്ടുണ്ട്. എല്ലാവരും നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. കൊള്ളാം. ഭയങ്കര സസ്പെൻസ്. അഭിനയമൊക്കെ നന്നായിട്ടുണ്ട്. എല്ലാവരും ഒന്നിനൊന്നും മെച്ചം. കൊള്ളാം. നല്ല പടം. ഒരു ദൃശ്യമൊക്കെ എടുത്തൊരു പുള്ളിയുടെ പടമാണ്. അപ്പോൾ എങ്ങനെയുണ്ട്? അതേ ലെവലുണ്ടോ? നല്ല പടം തന്നെ. അപ്പോൾ ആസിഫ് അലിയൊക്കെ എങ്ങനെയുണ്ട്? നല്ല എല്ലാം നല്ല അഭിനയം. നല്ല എന്തോ ത്രില്ലൊക്കെ അടുപ്പിക്കണം. കുഴപ്പമില്ല. നല്ല മൂവിയാണ്. ഇറ്റ്സ് കളക്ടിങ് മേ ബി അനദർ 2-3 weeks വിൽ ഗെറ്റ് ഇറ്റ്. ഗ്രേറ്റ്. ഹാൻസം ടു ജിത്തു ജോസഫ്. വളരെ ഇഷ്ടപ്പെട്ടു. നല്ല മൂവിയാണ്. ഓടും നന്നായിട്ട്. ദൃശ്യമൊക്കെ വെച്ച് നോക്കുമ്പോൾ അതേ ലെവൽ ദൃശ്യമാണ്. ഏത് മൂവി? ദൃശ്യമൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ ആ റേഞ്ച് വരുന്നുണ്ട് തീർച്ചയായിട്ടും.